ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബയ ഹമാരി ചിടിയാ റാണി. അപ്പോൾ ഈ കവിത എഴുതിയിട്ടുള്ളത് മഹാദേവി വർമ്മയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു നല്ലൊരു കവിതയാണ്. അപ്പോൾ ഇതൊരു കുട്ടികൾ ബയയുടെ അടുത്ത്, ബയ എന്ന് പറഞ്ഞാൽ ഫീവർ ബാഡ്, തൂക്കണ കുരുവി, അതിനോട് പറയുന്നതാണ് ഈ ഒരു പാട്ട്. അപ്പോൾ നമുക്കിതിൻ്റെ മീനിങ്സ് നോക്കാം. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോവാം. ബയ ഹമാരി ചിടിയാ റാണി. ബയ എന്ന് പറഞ്ഞാൽ തൂക്കണാങ്കുരുവി. അതിനെന്താണ് കുട്ടികൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഹമാരി ചിടിയാ റാണി, ഞങ്ങളുടെ പക്ഷിരാജ്ഞി. തിൻകെ ലാക്കർ മഹൽ ബനാത്തി. തിൻകെ ലാക്കർ, തിൻകെ കൊണ്ടുവന്നിട്ട്, മഹൽ ബനാത്തി, കൊട്ടാരം പണിയുന്നു. തിൻകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികൾ, കുറേ നാരുകൾ, പുല്ലുകൾ, അതൊക്കെ കൊണ്ടാണ് ഈ തൂക്കണാങ്കുരുവികൾ കൂടുണ്ടാക്കുക. അപ്പോൾ ആ കൂടിനെ എന്തായിട്ടാണ് കുട്ടികൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്? മഹൽ ബനാത്തി, മഹൽ കൊട്ടാരമായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഊഞ്ചി ഡാലി പെർ ലടുക്കാത്തി, ഈ തൂക്കണാങ്കുരുവി എവിടെയാണ് ഈ കൂട് തൂക്കിയിടുന്നത്? ഊഞ്ചി ഡാലി പെർ അല്ലേ, നല്ല ഉയരത്തിലുള്ള കൊമ്പുകളിൽ ഇങ്ങനെ തൂക്കിയിടും കൂടുണ്ടാക്കിയിട്ട്. ഗേത്തോം സേഫിർ ധാനാലാത്തി, എന്താണ്, കൃഷിയിടങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് വിൽക്കും. പിന്നെ എന്താണ് ചെയ്യുക? നദിയോം സേ ബർ ലാത്തി പാനി, നദികളിൽ നിന്ന് നിറയെ വെള്ളം കൊണ്ടുവയ്ക്കും. ഇനി അടുത്തത് തുജ്കോ ദൂർ ന ജാനേ ദേങ്കേ ദാനോം സേ ആംഗൻ ബർ ദേങ്കേ. കണ്ടോ, ഈ തൂക്കണാങ്കുരുവി കൃഷിസ്ഥലത്ത് നിന്ന് ധാന്യങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്നില്ലേ? അപ്പോൾ കുട്ടികൾ പറയാണ് തുജ്കോ ദൂർ ന ജാനേ ദേങ്കേ. തുജ്കോ ദൂർ ന ജാനേ ദേങ്കേ എന്താണ് തുജ്കോ ദൂർ ന ജാനേ ദേങ്കേ. ഈ തൂക്കണാങ്കുരുവി കൃഷിസ്ഥലത്ത് പോയിട്ട് ധാന്യങ്ങൾ എടുത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞില്ലേ? പക്ഷേ ഈ കുട്ടികൾ എന്താണ് പറയുന്നത്? തുജ്കോ ദൂർ ന ജാനേ ദേങ്കേ ദാനോം സേ ആംഗൻ ബ ദേങ്കേ. തുജ്കോ നിന്നെ ദൂർ ന ജാനേ ദേങ്കേ, ഞങ്ങൾ ദൂരത്തേക്ക് ഒന്നും വിടില്ല. ദാനോം സേ ആംഗൻ ബർ ദേങ്കേ, ധാന്യങ്ങൾ കൊണ്ട് ഞങ്ങളുടെ മുറ്റം നിറയ്ക്കും. മീൻസ് നിന്നെ ദൂരത്തേക്കൊന്നും, നീ ധാന്യങ്ങൾ തപ്പിയിട്ട് ദൂര സ്ഥലങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നിന്നെ ഞങ്ങൾ ദൂരേക്കൊന്നും വിടില്ല. ഞങ്ങളുടെ മുറ്റത്ത് തന്നെ, ആംഗൻ മുറ്റത്ത് തന്നെ ഞങ്ങൾ എന്തുകൊണ്ട് നിറയ്ക്കും? ധാന്യങ്ങൾ കൊണ്ട് നിറയ്ക്കും. ഓർ ഹൗജ് മേ ബർ ദേങ്കേ ഹം മീഠ മീഠ ഡണ്ടാ പാനി. ഹൗജ് എന്ന് പറഞ്ഞാൽ ഈ പക്ഷികൾക്കൊക്കെ വെള്ളം കൊടുക്കുന്ന പാത്രം. ആ പാത്രത്തിൽ നിറയെ ഞങ്ങൾ നിനക്ക് തരും. എന്ത് തരും? മീഠ മീഠ ഡണ്ടാ പാനി, നല്ല മധുരമുള്ള തണുത്ത വെള്ളം ഞങ്ങൾ നിനക്ക് തരും. ഫിർ അണ്ടേ സേഗി തൂജബ്, എപ്പോഴാണോ നീ മുട്ടയിട്ട് അടയിരിക്കുന്നത്? നിക്കലേങ്കെ നന്നെ ബച്ചേ തബ്, അപ്പോൾ ചെറിയ ചെറിയ പക്ഷിക്കുഞ്ഞുങ്ങൾ ആ മുട്ടയിൽ നിന്ന് പുറത്തേക്ക് വരില്ലേ? അപ്പോൾ ഹം ആക്കർ ബാരി ബാരി സെ കർലേങ്കെ ഉൻകി നിഗ്രാനി, ഞങ്ങൾ വന്നിട്ട് ബാരി ബാരി സെ, മാറി മാറി ആ കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കിക്കോളാം. ഫിർ ജബ് ഉൻകെ പർ നിക്കലേങ്കെ, പർ എന്ന് പറഞ്ഞാൽ ചിറക്. എപ്പോഴാണോ ആ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് ചിറക് മുളയ്ക്കുന്നത്? ഉഡ് ജായെങ്കെ ബയാ ബനേങ്കെ. കണ്ടോ, അവർക്ക് പറക്കാനൊക്കെ പറ്റില്ലേ? ചിറകുകളൊക്കെ വന്നിട്ട് പറക്കാൻ പറ്റില്ലേ? എന്നിട്ട് ബയാ ബനേങ്കെ, ഇതേപോലെ ഈ പക്ഷിക്കുഞ്ഞുങ്ങൾ എന്തായിട്ട് മാറും? ഈ വലിയ തൂക്കണാങ്കുരുവിയായിട്ട് മാറില്ലേ? ഹം തബ് തേരെ പാസ് രഹേങ്കെ തു മത് റോന ചിടിയാ റാണി, ഞങ്ങൾ നിന്റെ അടുത്ത് ഉണ്ടാവും. തു മത് റോന ചിടിയാ റാണി, നീ കരയരുത് പക്ഷിരാജ്ഞി. എന്ന് പറഞ്ഞാൽ ഈ തൂക്കണാങ്കുരുവി മുട്ടയിട്ട് ആ കുഞ്ഞുങ്ങളൊക്കെ ചിറക് വന്നിട്ട് പറക്കണ സമയാവില്ലേ? പറന്നിട്ട് അവർ പോവില്ലേ? അപ്പോൾ തബ് ജബ് തേരെ പാസ് രഹേങ്കെ, ഹം തബ് തേരെ പാസ് രഹേങ്കെ, ഞങ്ങൾ നിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. തുമത് റോന ചിടിയാ റാണി, നീ കരയരുത്. നിൻ്റെ കുഞ്ഞുങ്ങൾ പറന്നു പോയാലും നിൻ്റെ അടുത്ത് ഞങ്ങളുണ്ടാവും, നീ കരയരുത്. ചിടിയാ റാണി, പക്ഷിരാജ്ഞി. അപ്പോൾ എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.